ഹലോ എവ്രി വൺ, വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് വിത്ത് DC Jewellers. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും പേഴ്സണൽ ഹോട്ട് ഫേവററ്റ് ആണ്. അപ്പോൾ ഞാൻ എന്താ പ്രത്യേകിച്ച് ഹോട്ട് ഫേവററ്റ് എന്ന് പറയാൻ കാര്യം, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ വലിച്ചുവാരിയിടുന്ന പിള്ളേരല്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നമ്മൾ എപ്പോഴും നമ്മുടെ ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കുട്ടിയാണ്, ഒരു വലിയ മാലയും വലിയൊരു സാരി കൊടുക്കുന്നതല്ല, നല്ല സിമ്പിൾ സാരിയും ഒരു സിമ്പിൾ നെക്ലെസ് ഇട്ടാൽ മതി. യു ഷുഡ് ഹാവ് മോർ ചോയ്സസ്. അല്ലാണ്ട് വലിയൊരു മാല ഇടുന്നുള്ളത് നല്ല സ്ട്രിങ് ഒക്കെ ഇട്ട് അതിനോട് പെയർ ചെയ്യാം. ഇത് പെയറിംഗ് പർപ്പസിന് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻസ് ആണ് ഈ സ്ട്രിങ് ടൈപ്പ് മോഡൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്, നമുക്ക് സ്ട്രിങ് ടൈപ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് സ്ട്രിങ്സ് ഇൻ ഗോൾഡ്, വി ഹാവ് സ്ട്രിങ്സ് ഇൻ എമറൽഡ്സ്, വി ഹാവ് ഇൻ ബ്ലൂ സഫയേഴ്സ്, യെല്ലോ സഫയേഴ്സ്, പോൾക്കീസ്, ഡയമണ്ട്സ്. എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദിസ് ഇസ് ജസ്റ്റ് സ്മോൾ വിൻഡോ ടു ദ സ്ട്രിങ്സ് അവൈലബിൾ അറ്റ് DC Jewellers. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പിങ്ക് റൂബി ഉണ്ട്, അൺകട്ട്സ് ഉണ്ട്, സിന്തറ്റിക് സ്റ്റോൺസ് ഉണ്ട്, ദാറ്റ് ഇസ് ഹൈഡ്രോ സ്റ്റോൺസ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ വരുന്ന ബർമീസ് റൂബി, ആൻഡ് ദിസ് ഇസ് ഓൾസോ എ കോമ്പിനേഷൻ ഓഫ് സിന്തറ്റിക് സ്റ്റോൺസ് ഇൻ ദ സ്റ്റോൺസ് കട്ട് ഇൻ ദ റോ ഫോം. എല്ലാത്തിൻ്റെയും വെയ്റ്റും സ്റ്റോൺ ഡിസ്ക്രിപ്ഷനും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. സ്ട്രിങ്സ് എപ്പോഴും പേഴ്സണൽ ഫേവറേറ്റ് ആണ്, ബ്രൈഡ്സിന് മാത്രമല്ല കല്യാണം കൂടാൻ പോകുന്നവർക്കും. ഞാൻ എപ്പോഴും പറയും, ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു ഒക്കേഷൻ, കുറേ ഫാമിലീസ് ഒരുമിച്ച് യുണൈറ്റ് ചെയ്യുന്നു. ഒരു കല്യാണം വീട്ടിലിരുന്ന് എല്ലാവർക്കും സന്തോഷമല്ലേ. അപ്പോൾ കുട്ടി മാത്രമല്ല ഒരുങ്ങണ്ടേ, കുട്ടിയുടെ അമ്മ ഒരുങ്ങണം, കുട്ടിയുടെ അമ്മയുടെ സിസ്റ്റേഴ്സ് ഒരുങ്ങണം, കുട്ടിയുടെ ആൺസ് ഒരുങ്ങണം, എന്താ പറയുക, നെവ്യൂസ് ഒരുങ്ങണം, നീസ് ഒരുങ്ങണം. എല്ലാവർക്കും ഡ്രസ്സസും ജ്വല്ലറിയും ഒക്കെ ഇമ്പോർട്ടൻ്റ്, ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് എ സെലിബ്രേഷൻ ഇൻ എ ഫാമിലി. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയിറ്റുള്ള സ്ട്രിങ്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വെയിറ്റ് നോക്കാം. ആദ്യം നമ്മൾ കാണിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് റൂബി കോമ്പിനേഷനിൽ ഗോൾഡ് മോട്ടീവ് ബോൾസ് വരുന്ന 27 grams ഗോൾഡ് വരുന്ന സ്ട്രിങ് ആട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് റൂബീസ് ആണ്. പിങ്ക് റൂബീസ് ബ്ലെൻഡ് വിത്ത് ഓൾ സ്കിൻ ടൈപ്പ്, ആൻഡ് ഇറ്റ് ഇസ് എ ട്രഡീഷണൽ റൂബി വിച്ച് ഇസ് അവൈലബിൾ എവറിവെയർ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് റൂബിയാണ്. നമ്മളുടെ ബർമീസ് റൂബി ഉണ്ട്, പക്ഷേ പിങ്ക് റൂബിക്ക് എന്നും ഡിമാൻഡ് ആട്ടോ. ദീസ് ആർ ഓൾ സർട്ടിഫൈഡ് സ്റ്റോൺസ് വിച്ച് ഗിവ്സ് യു ബൈ ബാക്ക് വെൻ യു ഗിവ് ബാക്ക്. പിന്നെ രണ്ടാമത്തെ വരുന്നത് 17 grams ഗോൾഡിൽ വരുന്ന അൺകട്ട് ഡയമണ്ട്സ്, പൊടി പോലത്തെ ഡയമണ്ട്സ് അൺകട്ടിലെ ഫോമിൽ വെച്ചിട്ട് 17 gram ഗോൾഡിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പീസാണ്. പിന്നെ മൂന്നാമത്തെ വരുന്ന സിന്തറ്റിക് സ്റ്റോൺസ് ആണ്, കളേർഡ് സ്റ്റോൺ കോമ്പിനേഷനിൽ പൊടി വെള്ള സിർക്കോൺ സ്റ്റോൺസ് വെച്ചിട്ട് 29 grams. ദാറ്റ് ഇസ് സിന്തറ്റിക് സ്റ്റോൺസ് ആൻഡ് സിർക്കോൺ കോമ്പിനേഷൻ. The fourth one is a beautiful Burmese ruby string, which is a very beautiful piece in 24 grams. 3 പവനാട്ടോ, 24 gram gold. പിന്നെ അഞ്ചാമത്തെ വരുന്നത് ഇതുപോലെ തന്നെ സിന്തറ്റിക് സ്റ്റോൺസ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് സ്റ്റോൺ സെറ്റ് ഇൻ ദ റോ ഫോം. മറ്റേ നമ്മൾ മൂന്നാമത്തെ പീസും അഞ്ചാമത്തെ പീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ പീസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്രൈറ്റ് ഫോം ഓഫ് സ്റ്റോൺസ് ആണ്, മനസ്സിലായോ? ദാറ്റ് ഇസ് വെള്ളക്കല്ലുകൾ പോളിഷ് ചെയ്ത ഫോമിൽ വെക്കണേ. പക്ഷേ അഞ്ചാമത്തത് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സിന്തറ്റിക് സ്റ്റോൺസ് വെച്ചിരിക്കുന്ന അൺകട്ടിൻ്റെ രൂപത്തിൽ, അത് ഇസ് എ നോട്ട് അൺകട്ട് സ്റ്റോൺസ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നോർമൽ സ്റ്റോൺസ് പോളിഷ് ചെയ്യാത്ത ഫോമിൽ വെക്കണം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ശരിക്കും അൺകട്ടിൻ്റെ ഫീൽ വരും, ബട്ട് വെരി കോസ്റ്റ് എഫക്റ്റീവ്. അപ്പോൾ ഓരോന്നിൻ്റെ വെയിറ്റ് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തേത് 27 grams ഓഫ് ഗോൾഡ്, രണ്ടാമത്തത് 17 grams ഓഫ് ഗോൾഡ്, തേർഡ് വൺ ഇസ് 29 grams ഓഫ് ഗോൾഡ്, ദ ഫോർത്ത് വൺ ഇസ് 24, and the last one is also 24. ഇതെല്ലാം നല്ല ചോയ്സാണ്. ഞാൻ എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താ, ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ NRIs GCCയിൽ എല്ലാവർക്കും മുടക്കാമെന്നറിയാം. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇവിടെ സ്മോൾ ടോക്കൺ ആൻഡ് കീപ്പ് ഇറ്റ് അസൈഡ്. വന്നു കഴിയുമ്പോൾ അതില്ലാന്ന് പറഞ്ഞാൽ ആരും ഡിസപ്പോയിൻറ്റഡ് ആവരുത്. വരുമ്പോൾ അതല്ല, നിങ്ങൾക്ക് വേറെ ചോയ്സ് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാറ്റിയെടുത്തോളൂ, but we'll make sure this is kept aside for you. So please help us to serve you better. So guys, it's Kirti Denny signing off until we come with the next video. Bye bye.